വെൽക്കം ടു ബി കിച്ചൺ. അങ്ങനെ ഞാൻ തുടങ്ങി യൂട്യൂബ്. എന്നാൽ പിന്നെ ഒരു മധുരത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, ഞാൻ കണ്ടെത്തിയ എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ ഐസ്ക്രീം. പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുള്ളൂ. അത് ഞാൻ അതിൻ്റെ കൂടെ കാണിക്കാം. ഇന്നിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പിസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചെയ്തിട്ട് കാണിക്കാം എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ. ആദ്യം പാല്. അളവുകൾ ഞാൻ പിന്നെ പറയാം. വേണ്ട സാധനങ്ങൾ ഇപ്പോൾ പറയാം. ഷുഗർ, പഞ്ചസാര, പിന്നെ കോൺഫ്ലവർ. ഇത്രയും 3 സാധനങ്ങളാണ് നമ്മൾ ആദ്യം. ഇത് 2 ഘട്ടങ്ങളിലായിട്ട് ചെയ്യാം കേട്ടോ. വാനില എസൻസ്. വലിയ കുപ്പി വേണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ വലുതുള്ളതുകൊണ്ട് കുറച്ചേ വേണ്ടോ, അത് ഞാൻ ഒന്നിച്ച് വാങ്ങി വെച്ചെന്ന് മാത്രം. പിന്നെ പിസ്തയുടെ കളറും അതിൻ്റെ ഫ്ലേവറും കൊടുക്കാൻ ഇങ്ങനെ ഇത് കിട്ടും. പിസ്ത ഫ്ലേവറിലുള്ള കളറ് അത് നിർബന്ധമില്ല, എന്നാലും നമ്മൾ ഒരു ഫോട്ടോയ്ക്ക് ഭംഗിക്കും നല്ലതാണ്. പിന്നെ നമ്മുടെ ശരിക്കുള്ള പിസ്ത, അത് നല്ല വിലയൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനല്ലേ, അപ്പം നമുക്ക് കുറച്ച് പിസ്തയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം, മക്കൾക്ക് കൊടുക്കാനല്ലേ. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡ്. മിൽക്ക് മെയ്ഡൊക്കെ കുറച്ചേ വേണ്ട കേട്ടോ, കൂടുതലൊന്നും വേണ്ട, ഒത്തിരി വേണ്ട. ഒക്കെ അളവ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേണ്ട സാധനമാണ് വിപ്പിംഗ് ക്രീം. നമ്മുടെ കേക്കിലൊക്കെ ഐസിങ് ചെയ്യണ വിപ്പിംഗ് ക്രീം. അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതാ കിട്ടണമെങ്കിൽ, എനിക്കിപ്പോൾ ഇത് അടുത്ത് കിട്ടുന്നത് 1/2 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണെങ്കിൽ അത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ട സാധനം. പിന്നെ നമുക്ക് നിർബന്ധമായിട്ടുള്ള വേണ്ട സാധനം ബീറ്റർ. മിക്സി പോരെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും മിക്സി പോരാ, ബീറ്റർ തന്നെ വേണം ഐസ്ക്രീമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിന് വിലയൊന്നുമില്ലല്ലോ ഇപ്പോൾ ഈ ബീറ്ററിന്. അപ്പോൾ ഒരെണ്ണം ഒന്ന് വാങ്ങി വെച്ചോ, നമുക്ക് എളുപ്പമുണ്ട്. പല വില കുറഞ്ഞതും വില കൂടിയതും ഒക്കെ ഉണ്ട്. ഇത് ഞാൻ കുറേ വർഷങ്ങളായി വാങ്ങിയിട്ട് എൻ്റെ കയ്യിലുള്ള സാധനമാണ്. അപ്പോൾ അത് വേണം കേട്ടോ, നിർബന്ധമാണ്. ഈ 2 പ്രാവശ്യമായിട്ടാണ് ഈ ഐസ്ക്രീമിൻ്റെ ഘട്ടം. അതിൽ ഫസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് സാധനങ്ങൾ അടുപ്പത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ പാൽ ഇളന്നൊഴിക്കാം. അപ്പോൾ അത് 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അത് 2 കപ്പുണ്ട്. ഞാൻ അപ്പോൾ ഈ കപ്പ് നിറച്ചിട്ട് ആയില്ല, 2 കപ്പ് ഉണ്ടാവുള്ളൂ. ഞാൻ അളന്ന് വെച്ചിട്ടുള്ള പാൽ തന്നെയാണ് 2 കപ്പ് ഉണ്ടോ. ഇനി ആ നേരത്തെ ആദ്യത്തെ കപ്പിൽ ഇത്തിരി കുറവായിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്ത് 2 കപ്പ് പാല്, 500 ml പാല് കേട്ടോ. അതിൻ്റെ കണക്കാണ് പറയേണ്ടത്. ആ കണക്ക് തെറ്റണ്ട. ആ കണക്കനുസരിച്ച് ചെയ്താൽ ഐസ്ക്രീം സൂപ്പറാവും എന്ന് പറഞ്ഞാൽ സൂപ്പർ തന്നെയാണ്. ഇനി വേണ്ടത് കോൺഫ്ലവർ. അപ്പോൾ 500 ml വേണ്ടത് കണക്കാണ് പറയണത്. 30 ml ഒരു സ്പൂണാണ് കേട്ടോ ഈ സ്പൂണ്. അപ്പോൾ അതിന് 2 സ്പൂണാണ് വേണ്ടത്. അപ്പോൾ 250 ml എടുക്കുമ്പോൾ 1 സ്പൂൺ മതി. ഇപ്പോൾ 2 ഇതായതുകൊണ്ട് 500 ml ആയതുകൊണ്ട് അതിന് 2 സ്പൂൺ, അതായത് 30 ml 2, അപ്പോൾ 60 കേട്ടോ. ഇത്രയും വേണ്ടോ, കൂടരുത്. കോൺഫ്ലവർ ഒരുപാട് കൂടിയാലും അത് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഷുഗറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറവ് വേണ്ടവർക്ക് കുറവിടാം, അതൊന്നും കുഴപ്പമില്ല. അതൊന്നും അളവ് പ്രശ്നമല്ല. ഈ കോൺഫ്ലവറും പാലിൻ്റെ അളവ് കറക്റ്റായാൽ മതി. എന്നാലും ഇപ്പോൾ ഏകദേശം ഒരു 4-5 സ്പൂൺ ഞാൻ ഇതിടുന്നുണ്ട് കേട്ടോ, ഷുഗർ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി അടുപ്പ് കത്തിക്കാണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അടുപ്പ് കത്തിച്ചിട്ടും ചെയ്യുക, പക്ഷെ അതൊക്കെ നമുക്ക് റിസ്ക്കാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കുക നന്നായിട്ട്. കോൺഫ്ലവറിലുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചാൽ മതി. ചെറിയ സ്ലോവിൽ വയ്ക്കുക, സിമ്മിൽ വയ്ക്കുക കേട്ടോ. ഒരുപാട് തിക്കുന്നേർക്ക് കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ചാലും ശരിയാവില്ല. നല്ലോണം ഇളക്കുക. ഇത് എന്താ പറയുക, ഞാൻ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ട് കണ്ടെത്തിയിട്ടുള്ള കേട്ടോ ഈ ഐസ്ക്രീം. സംഭവം സൂപ്പറാണ്. അത് കണ്ടെത്തിയതിന് ശേഷം ഞാൻ ഒരുപാട് ഐസ്ക്രീമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇതിലിടാം കേട്ടോ ഞാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ചു. ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് തീ കൂട്ടിയൊന്നും വെക്കാതെ നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഇനി ഇളക്കിയിട്ട് ഞാൻ അതിൻ്റെ പാകം കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത്തിരി തിക്കാവും. നല്ലോണം തിക്കാവരുത്, എന്നാലോ നല്ല ലൂസാവരുത്. അങ്ങനത്തെ ഒരു പരുവം ഉണ്ടോ. അതാണ് കറക്റ്റ് അതിൻ്റെ പാകം കേട്ടോ. അത് പെട്ടെന്ന് തീ കൂട്ടി വെച്ചാൽ നമ്മൾ ആക്കുന്നുണ്ടോ.
ഈ ഒരു ലൂസിൽ എടുക്കണം കേട്ടോ. എന്നാൽ ഒരുപാട് ലൂസാവരുത്, ഒരുപാട് ടൈറ്റ് ആവരുത്. ഇതിപ്പോൾ കറക്റ്റ് അതിൻ്റെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചെയ്ത് എന്തായാലും ഐസ്ക്രീം സൂപ്പറാവുന്നതിന് യാതൊരു സംശയമില്ല. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് മിൽക്ക് മെയ്ഡ്. അതൊക്കെ തീ ഓഫാക്കിയതിന് ശേഷം ചേർത്താൽ മതിട്ടാ. മിൽക്ക് മെയ്ഡ് ഒരു 2 സ്പൂണ് ചേർക്കാം. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് തീർന്നു, അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഞാനത് ഫുള്ളായിട്ട് ഇട്ട് 2 സ്പൂണ് ചേർക്കാം കേട്ടോ. 1 സ്പൂണ് 500 ml 2 സ്പൂണ് നല്ല സ്പൂണിന് മിൽക്ക് മെയ്ഡ് ചേർത്താൽ അത് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വാനില എസൻസ്, അതൊക്കെ തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് അതിൽ ചൊഴിച്ചാൽ മതിട്ടാ. 2 ടീസ്പൂണ് വാനില എസൻസ്. ഒരു 250 ml ആണെന്നുവെച്ചെങ്കിൽ ഒരു ഇതുണ്ടാക്കിയാൽ മതി. ഇനി ആ പിസ്തയുടെ ഫ്ലേവറുള്ള ഒരു കളറും അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും, വാങ്ങാൻ കിട്ടും. അത് ഒരു 2 തുള്ളി ഒത്തിരി ഒഴിച്ചാൽ മതി, ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ കളർ കിട്ടണ്ടേ. പിന്നെ ഈ ഫോട്ടോയിലേക്ക് ഒരു കളറും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യാം. ഞാൻ പിസ്ത ആദ്യമായിട്ട് ചെയ്യാം കേട്ടോ. ബാക്കി പല ഫ്ലേവറിലുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിസ്തയുടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യും. ഇനി നമുക്കതൊന്ന് കുറച്ച് നേരം തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അത് എത്ര നേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സമയം പോലെ ചെയ്യാം. പക്ഷെ എന്നാലും ഒരു ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. കൂടിയാൽ കുഴപ്പമില്ല, 1 മണിക്കൂർ 2 മണിക്കൂറായാലൊന്നും കുഴപ്പമില്ല. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വന്നു നമ്മൾ. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കലാണ്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റാക്കാൻ പോകണം ആ പാത്രം എടുക്കുക. എന്നാൽ പിന്നെ അത് ടൈറ്റായിട്ടുള്ള മൂടിയുള്ളൊരു പാത്രമായിരിക്കണം കേട്ടോ, എന്നാലാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ആക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഏത് പാത്രത്തിലാണ് ആ പാത്രത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇപ്പോൾ ഐസ്ക്രീമിന് അടിക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ കറക്റ്റ് ഇതൊന്നും നോക്കണ്ട. പക്ഷേ കേക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ടിപ്സുകൾ പറയാനുണ്ട് അതിൻ്റെ. അത് ഞാൻ ഇനി കേക്കിൻ്റെ റെസിപ്പികൾ പറയുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുലുക്കുക. നല്ല കട്ടിയില്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. ഇത് ലൂസാക്കിയിട്ട് ഫ്രീസറിലാണ് സൂക്ഷിക്കുക. അത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുറത്തേക്ക് എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു ലൂസ് ഇതാവുമ്പോഴാണ് അടിച്ചെടുക്കാൻ പെട്ടെന്ന് എളുപ്പം. പക്ഷേ ഐസിങ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതാണ് നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. ഇനിയാണ് നമ്മുടെ ബീറ്ററിൻ്റെ ആവശ്യം. ഇനിയല്ല, ഇനി 2-3 പ്രാവശ്യം ബീറ്ററിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പം നന്നായിട്ടത് അടിക്കുക ബീറ്റർ വെച്ചിട്ട്. വിപ്പിംഗ് ക്രീം മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട, ഇല്ലെങ്കിൽ കുറച്ച് പൊടിച്ച് പഞ്ചസാര ഇവിടെ യൂസ് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. മധുരം ഉള്ളതാണെങ്കിൽ വേണ്ട. മധുരം കുറവാണെങ്കിൽ ചേർത്താലും മതി, നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ അത്. അപ്പോൾ ഇതാ ഒരു പാകം തിക്കായിട്ട് വരും വിപ്പിംഗ് ക്രീം. ഇപ്പോൾ ഐസ്ക്രീമിനാകുമ്പോൾ അങ്ങനെ കറക്റ്റ് പാകമൊന്നും വേണ്ട. വിപ്പിംഗ് ക്രീമിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ കമത്തിയിട്ടാലേ വരില്ല. അതൊക്കെ ഐസിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് കറക്റ്റായിട്ട് കേട്ടോ. അങ്ങനെയൊന്നും വരണമെന്നില്ല. വിപ്പിംഗ് ക്രീം അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മുടെ കൂട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മറ്റൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതും സെപ്പറേറ്റഡ് അടിക്കണം കണ്ടോ. അതും ഇത് അടിക്കണം, അതും വേറെ അടിക്കണം, ഇത് വേറെ അടിക്കണം, വിപ്പിംഗ് ക്രീമും വേറെ അടിക്കണം. എന്നിട്ടാണ് നമ്മുടെ മിക്സിങ് വരാൻ പോകണം. അപ്പോൾ അതും നന്നായിട്ടൊന്ന് അടിക്കണം. ഇത് മിക്സിയിൽ അടിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിലടിക്കും. മിക്സിയിൽ അടിച്ച് നോക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ അതിലടിച്ച് നോക്കാം നമുക്ക്. പക്ഷേ ഇതിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഇതായിട്ട് വരണത്. വേണ്ടോ. അപ്പോൾ ഒന്നൊക്കെ ഒന്ന് ലൂസായിട്ട് നല്ലൊരു ഈ ഭാഗം തന്നെ വേണം കേട്ടോ. നല്ല തിക്ക് കട്ടിയൊന്നും ആവണ്ട. അതങ്ങനെ അടിച്ചിട്ട് ഇതായി. ഇനി നമുക്ക് നമ്മൾ ആ സെറ്റ് ചെയ്യണ പാത്രത്തിലേക്ക് ഇത് ഒഴിക്കാം. അത് ഒഴിച്ചിട്ട് നല്ല ഫുള്ളായിട്ട് ഒഴിക്കുക കേട്ടോ. ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടി അടിക്കണം. ഒന്നുകൂടി അടിച്ചെടുക്കാം നന്നായിട്ട്. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇത് കളർ ഇത്തിരി പോരാൻ തോന്നി. ഫോട്ടോയ്ക്ക് ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ തുള്ളിയും കൂടി കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ അത്ര കളറൊന്നും ചേർക്കണമെന്നില്ല. ആ കളർ പിസ്തയുടെ കളർ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് ചേർക്കണത്. നമ്മുടെ എഡിബിൾ കളർ തന്നെയാണ് ഒക്കെ. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ താരം പിസ്തേനിടുക. നമുക്ക് തിന്നാനല്ലേ, ഇഷ്ടംപോലെ ഇടാം, നല്ല വിലയുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊക്കെ എല്ലാവരും വാങ്ങിക്കോളൂ. കുറച്ച് ഞാൻ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടോ, അതൊക്കെ എൻ്റെ ഐസ്ക്രീമുകളാണേ, ഞാൻ ഉണ്ടാക്കിയ ഐസ്ക്രീമുകൾ. അതൊന്ന് കണ്ടോളൂ എല്ലാവരും. ഞാനിപ്പോൾ അത് ആദ്യമായിട്ടല്ല, കുറേ ഐസ്ക്രീമുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ അതിൻ്റെ റെസിപ്പി, എന്നിട്ട് അവർ കുറച്ച് ആൾക്കാരൊക്കെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കിട്ടിയതാണ്. എന്നാൽ പിന്നെ ഞാൻ എല്ലാവർക്കും കൂടി ഇന്ന് ചാനലിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാൻ കാരണം. അപ്പോൾ അതൊന്ന് മിക്സാക്കി വെച്ചു. ഇനി നമ്മുടെ മുകളിലൊരു ഭംഗിക്ക് എടുത്ത് വെച്ച് കുറച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. നമ്മൾക്കിത് സെർവ് ചെയ്യണ സമയത്ത് കുറച്ച് പിസ്ത അതിന് മുകളിൽ അലങ്കരിക്കാൻ വേണം.
അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടൈറ്റുള്ള അതിന് മൂടി നോക്കി കേട്ടോ. അതിന് പാത്രം നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നർ ആയിരിക്കണം. ഞാൻ പ്ലാസ്റ്റിക് ഒഴിവാക്കണമെന്നാണ് സ്റ്റീലിൻ്റെ. എൻ്റെ ഈ മൂടി പാത്രം നല്ല കറക്റ്റാണ്. ഇനി 12 മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ സാധനം ഫ്രീസറിലാണ് വെക്കണം കേട്ടോ. അപ്പോൾ 12 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. ഇതാ ഐസ്ക്രീം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതിൻ്റെ പാകം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് പിസ്ത, പിന്നെ ഈ കേക്കിനൊക്കെ ഇടുന്ന ഈ ഷുഗർ ബോൾസ്, കുറച്ച് ഇത് സിറപ്പ്, അത് ഞാൻ ഉണ്ടാക്കിയത് തന്നെ കേട്ടോ വീട്ടിൽ. നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് വാങ്ങിയതല്ല, അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെ, ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഐസ്ക്രീമും സെറ്റ് ചെയ്യാം. നോക്ക്, കണ്ടോ, അത് ഓരോന്നും എടുത്ത് ഓരോ റോളായിട്ട് ഇങ്ങനെ എടുക്കാൻ കിട്ടും. നല്ല സൂപ്പർ ഐസ്ക്രീം ആട്ടോ. ഞാൻ അപ്പോൾ ഇത് കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാൻ എല്ലാവർക്കും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതിൽ ഇട്ടെന്നാണ്. ഇനി നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് പിസ്ത വെച്ച്, ഒന്നും വേണമെന്നില്ല, അതൊരു ഭംഗിക്ക് ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനിതൊക്കെ ഒന്ന് ചെയ്തു മാത്രം കേട്ടോ. കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടു. ഇനി നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് കുറച്ച് മുകളിലേക്ക് ഒഴിക്കാം. ഒരു ഭംഗിക്ക് വീണ്ടും കുറച്ചും കൂടെ ഇട്ടു. അപ്പോൾ നമ്മുടെ അടിപൊളി പിസ്ത ഐസ്ക്രീം റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് സ്വന്തമായിട്ട് എല്ലാവരും കുറേ വാട്സപ്പിൽ കമൻറ്റുകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് അതിലെന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.